കുഴൽക്കിണർ നിർമ്മിക്കുവാൻ സാമഗ്രികളുമായി പോയി ലോറി മറിഞ്ഞ ഒരാൾ മരിച്ചു. 7 പേർക്ക് പരിക്കേറ്റു. വെള്ളിലാങ്കട്ടം ടൗണിൽ വെച്ചായിരുന്നു അപകടമുണ്ടായത്. മധ്യപ്രദേശ് മണ്ഡല സ്വദേശി ഹേമന്ത് ദുർവിയാണ് മരിച്ചത്. ഡ്രൈവർ ഉറങ്ങിപ്പോയതാണ് അപകട കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. വെള്ളിലാങ്കണ്ടത്തെത്തിയപ്പോൾ ഡ്രൈവർ ഉറങ്ങുകയും ലോറി നിയന്ത്രണം വിട്ട് മരത്തിലിടിച്ചു മറിയുകയായിരുന്നു. അപകടത്തിൽ ആനന്ദ് ലോറിക്കടിയിൽപ്പെട്ട് ജീവൻ നഷ്ടമാവുകയും ചെയ്തു. തമിഴ്നാട് എടപ്പാടി സ്വദേശികളായ ഡ്രൈവർ തങ്കരാജ്, കുമാരവേൽ, മധ്യപ്രദേശ് മണ്ഡല സ്വദേശികളായ അമർ സിംഗ് മാറാവി, രാജേഷ് മാറാവി, രാജാറാം, സുനിൽകുമാർ ദുർവെ, മനോജ് പാർദെ എന്നിവർക്കാണ് പരിക്കേറ്റത്. രാത്രി ഏകദേശം ഒരു 11 മണിയോട് കൂടിയാണ് വെള്ളിലാങ്കണ്ടത്തിലെ കുഴൽക്കിണറുകാരുടെ ഒരു വാഹനം മറിഞ്ഞായിട്ട് പെട്ടെന്ന് ആളുകൾ വിളിച്ചു പറയുകയും അതനുസരിച്ച് ഞങ്ങളെല്ലാം ഓടിയെത്തുകയാണ് ചെയ്തത്. അതിലേതാണ്ട് 7 ആളുകൾ ഉണ്ടായിരുന്നു എന്നാണ് അറിയാൻ കഴിഞ്ഞത്. 5 പേരെ 4 പേരെ ആദ്യം തന്നെ ആളുകൾ കിട്ടിയ വാഹന സൗകര്യം ക്രമവൽക്കരിച്ചുകൊണ്ട് ഓടി കട്ടപ്പന സെൻറ് ജോൺസ് ആശുപത്രിയിലേക്കാണ് കൊണ്ടുപോയിട്ടുള്ളത്. ഏറ്റവും അവസാനം ഒരാൾ ഇപ്പോൾ കട്ടപ്പന പ്രിൻസിപ്പൽ എസ് ഐ അടക്കമുള്ള പോലീസും അതുപോലെ കട്ടപ്പന ഫയർഫോഴ്സും നാട്ടുകാരും എല്ലാം കൂടെ ചേർന്നാണ് ഇത്തരം ഒരു സൗകര്യം ഉണ്ടാക്കി ഈ ആളുകളെല്ലാം രക്ഷപ്പെടുത്തിയെടുത്തിട്ടുള്ളത്. ഏറ്റവും അവസാനം കൊണ്ടുപോയിട്ടുള്ള ആളിനെയാണ് കട്ടപ്പനയിൽ നിന്ന് ആംബുലൻസിൽ കയറ്റിവിട്ട ആളാണ് മരണപ്പെടാൻ സാധ്യതയുള്ളത്. ബാക്കിയുള്ള ആളുകളാരും മരിക്കുമെന്ന് ഞങ്ങൾ കയറ്റിവിടുമ്പോൾ അറിയത്തില്ല. കട്ടപ്പന കുട്ടിക്കാരം മലയോര ഹൈവേയിലെ വെള്ളിലാങ്കണ്ടം ടൗണിൽ ഞായറാഴ്ച രാത്രി 11:30 അപകടം നടന്നത്. നരിയമ്പാറയിൽ നിർമ്മാണം പൂർത്തിയാക്കി പുതിയ കുഴൽക്കിണർ കുഴിക്കുന്നതിന് ഉപ്പുതറയിലേക്ക് വരുന്നതിനിടെ നിയന്ത്രണം നഷ്ടമായി വെള്ളിലാങ്കണ്ടം ടൗണിൽ മറിയുകയായിരുന്നു. പോയി വന്ന് ഇടിച്ചു മറിയുമായിരുന്നു. അതിനകത്ത് നമുക്ക് 4 പേരെ പെട്ടെന്ന് തന്നെ എടുക്കാൻ പറ്റി. ഒരാളെ ഏറ്റവും അവസാനം ഇപ്പോൾ എടുത്തേ ഉള്ളൂ. ഒരാൾ മരിച്ചെന്നാണ് ഇപ്പോൾ നമുക്ക് അറിയാൻ കിട്ടിയിരുന്നത്. വാഹനം വട്ടം തിരിഞ്ഞ് റോഡരികിൽ നിന്ന് മരത്തിലിടിച്ച ശേഷം തലകീഴായി മറിയുകയായിരുന്നു. അതിനിടെ തൊഴിലാളികൾ ചിലർ തെറിച്ചു വീണു. ഹേമന്ത് ലോറിയുടെ അടിയിൽപ്പെട്ടു. ഈ സമയം ടൗണിൽ ഉണ്ടായിരുന്നവരും ശബ്ദം കേട്ട് ഓടിയെത്തിയവരും നാട്ടുകാരും ചേർന്ന് 7 പേരെയും രക്ഷപ്പെടുത്തി കട്ടപ്പനയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചു. അതിനിടെ കട്ടപ്പനയിൽ നിന്നും ഫയർഫോഴ്സും പോലീസും സ്ഥലത്ത് വന്നു. ഹേമന്തിന് മുകളിൽ പതിച്ച ലോറിയുടെ ഭാഗം കട്ടർ ഉപയോഗിച്ച് മുറിക്കാൻ ഫയർഫോഴ്സ് നടത്തിയ ശ്രമം പരാജയപ്പെട്ടു. പിന്നീട് വടംവലി ടീമിന്റെയും ചുമട്ടുതൊഴിലാളികളുടെയും വടം എത്തിച്ച് കെട്ടിവിളിച്ച് ലോറിയുടെ ഒരു വശം ഉയർത്തിയ ശേഷമാണ് ഹേമന്തിനെ എടുക്കാൻ കഴിഞ്ഞത്. ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. 2 മണ്ണുമാന്തി യന്ത്രം എത്തിച്ചാണ് ലോറി ഉയർത്തി റോഡിന്റെ ഒരു വശത്തേക്ക് മാറ്റിയത്. ഈ സമയം പാതയിൽ ഗതാഗതം മുടങ്ങുകയും ചെയ്തു. തമിഴ്നാട്ടിൽ നിന്നും കട്ടപ്പന സ്വദേശി വാടകയ്ക്കെടുത്ത വാഹനമാണ് അപകടത്തിൽപ്പെട്ടത്. മരിച്ച ഹേമന്തിന്റെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം സ്വദേശത്തേക്ക് കൊണ്ടുപോയി. ഇടുക്കി വിഷൻ ന്യൂസ്, കാഞ്ചിയാർ.